നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2023 അവസാനിക്കാൻ പോകുന്നു. ആരായിരിക്കും ഇത്തവണത്തെ മറഡോണ ട്രോഫി സ്വന്തമാക്കുക? 2023 ടോപ്പ് സ്കോറർ ആരാവും? ആ ടോപ്പ് സ്കോറർ പോരാട്ടം ഇത് അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. കിലിയൻ എംബാപ്പയും ഹാരി കെയ്നും ഏർലിംഗ് ഹാലൻഡും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് ആ പോരാട്ടത്തിലുള്ളതെന്ന് നമുക്കറിയാം. അതിൽ ഹാരി കെയ്നും കിലിയൻ എംബാപ്പയും അവരുടെ 2023 കളികൾ കളിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി കളികൾ ബാക്കിയുള്ളത് ഏർലിംഗ് ഹാലൻഡിനും ക്രിസ്ത്യാനോക്കുമാണ്. പക്ഷേ ഹാലൻഡിന് പരിക്കാണ്. ഇന്നത്തെ ഫിഫ വേൾഡ് കപ്പ് ഫൈനലടക്കം അദ്ദേഹം കളിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നിലവിൽ എന്തായാലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കെയ്നും അതുപോലെ എംബാപ്പയുമാണ്. രണ്ടുപേരുടെ പേരിലും ഇപ്പോൾ 52 ഗോളുകൾ വീതമുണ്ട്. 52 ഗോളുകൾ വീതം. പക്ഷേ 0 ഗെയിംസ് ലെഫ്റ്റാണ് രണ്ടുപേർക്കും. ഇനി അവർക്ക് ഈ 52 എന്നുള്ള ടാലി വർദ്ധിപ്പിക്കാൻ നിർവാഹമില്ല. അവരുടെ 2023 കളികൾ കഴിഞ്ഞു. അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിൽ 50 ഗോളുകളുണ്ട്. അദ്ദേഹത്തിന് ഇനി 3 കളികൾ ബാക്കിയുണ്ട്. ഇന്ന് അൽ ഇത്തിഫാക്കിനെതിരെ പ്രോ ലീഗിൽ കളിക്കുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും 2 കളികൾ കൂടി 2023 ക്രിസ്ത്യാനോക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഈ 52 എന്നുള്ള എംബാപ്പയുടെയും കെയ്നിൻ്റെയും ഗോൾ ടാലി മറികടക്കാൻ ക്രിസ്ത്യാനോക്ക് അവസരമുണ്ട് എന്നർത്ഥം. അതിന് സൂപ്പർ താരത്തിന് കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുപോലെ ഏർലിംഗ് ഹാലൻഡിൻ്റെ പേരിലും 50 ഗോളുകളുണ്ട്. അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ 3 കളികൾ ബാക്കിയുണ്ട്. ഇന്നത്തെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലടക്കം അദ്ദേഹത്തിനും 3 കളികൾ ബാക്കിയുണ്ട്. പക്ഷേ താരത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇനി ഈ വർഷം അദ്ദേഹം കളിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും ക്രിസ്ത്യാനോക്ക് നല്ല സാധ്യതയുണ്ട് എന്നർത്ഥം. വരുന്ന കളികൾ അദ്ദേഹം ഗോൾ അടിച്ചുകൊണ്ട് ആ ടോപ്പ് സ്കോറർ പട്ടം അങ്ങ് സ്വന്തമാക്കുമോ, മറഡോണ ട്രോഫി സ്വന്തമാക്കുമോ? കാത്തിരിക്കുകയാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.